എനിക്ക് സയൻസിനോട് ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ ജോലിക്ക് പുറകെ ആയിരുന്നില്ല പോയിരുന്നത്. അപ്പോൾ എനിക്ക് ഐസർ എനിക്ക് ആപ്റ്റായിട്ട് തോന്നിയിരുന്നു. പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ ചൂസ് ചെയ്യണമെന്നില്ല, നമുക്കൊരു നല്ലൊരു കോമ്പിനേഷൻ ഓഫ് സബ്ജക്ട്സും അതിനും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. പ്രതീക്ഷ പോലെ തന്നെയാണ്, നല്ല എക്സ്പോഷർ ഉണ്ട്. ഇന്ത്യയിൽ നിന്ന് പല സ്ഥലത്തു നിന്നും ആൾക്കാരൊക്കെ ഉണ്ട്. ടീച്ചേഴ്സ് ആണെങ്കിലും ബോർഡ്സും എൻട്രൻസും അതൊരു പാരലായിട്ട് തന്നെ കൊണ്ടുപോയിരുന്നു. അതൊരു ബേർഡൻ ആയിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. അഡ്വാൻസിന് വേണ്ടി കുറെ പ്രിപ്പയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അഡ്വാൻസ് കഴിഞ്ഞ സമയത്ത് നല്ലോണം ബയോളജി ഇരുന്ന് പഠിച്ചു. കാരണം ബാക്കി സബ്ജക്റ്റും ഓക്കെ ആയതാണ്. ഹായ് ഓൾ, നമ്മളെപ്പോഴും പറയാറുള്ള പോലെ തന്നെ ജെയുടെ പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വിൻഡോ ടു എ ഡിഫറെൻറ്റ് കോഴ്സസ്. അപ്പോൾ ഒരുപാട് കോഴ്സുകളിലേക്ക് അല്ലെങ്കിൽ പല യൂണിവേഴ്സിറ്റീസിലേക്കുള്ള ഒരു വിൻഡോ തന്നെയാണ് ശരിക്കും ജെഇ പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ജെഇ പ്രിപ്പറേഷൻസിലൂടെ IIT എക്സാം, ദാറ്റ് ഈസ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ക്രാക്ക് ചെയ്ത് ഇപ്പോൾ BSMS കോഴ്സിൽ എൻറോൾ ചെയ്തിട്ടുള്ള ലക്ഷ്മിപ്രിയാണ് നമ്മുടെ ഉള്ളത്. ഹായ് ലക്ഷ്മിപ്രിയ. യെസ്, അപ്പം ലക്ഷ്മി ഇപ്പം ലക്ഷ്മി എന്ന് വിളിച്ചോട്ടെ. യെസ്, അപ്പോൾ ലക്ഷ്മി ഇപ്പം BSMS പൂനെയിലാണല്ലേ. അപ്പം ഐസർ ഒരുപാട് പേർക്ക് അല്ലേ, ഇപ്പം ഒരുപാട് പേർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഇപ്പം റിസർച്ച് ഫീൽഡിലേക്ക് പോകുന്നതായിക്കോട്ടെ, ഇപ്പം ഐസറിൽ നിന്ന് തന്നെ പല ഫീൽഡിലേക്ക് സ്വിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സ്റ്റിൽ ഐസർ പലരുടെയും ഡ്രീം ക്യാമ്പസ് ആണ്. അപ്പം അങ്ങനെ ഡ്രീം ക്യാമ്പസിൽ എത്തിച്ചേർന്ന സ്ഥിതിക്ക് എന്താണ് ഇപ്പോഴത്തെ ഒരു ക്യാമ്പസ് എൻവയോൺമെന്റ് ഒക്കെ എങ്ങനെയുണ്ട്? നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണോ, പ്രതീക്ഷിച്ചതിലും സൂപ്പർ ആണോ? പ്രതീക്ഷ പോലെ തന്നെയാണ്, നല്ല എക്സ്പോഷർ ഉണ്ട്. ഇന്ത്യയിൽ നിന്ന് പല സ്ഥലത്തു നിന്നും ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ നല്ല അവിടെ വെറൈറ്റി ഓഫ് ക്ലബ്ബുകളുണ്ട്. അപ്പോൾ അതിലൊക്കെ എൻറോൾ ചെയ്ത് നല്ലൊരു ഡിഫറെന്റ് ലെവൽ എക്സ്പോഷർ കിട്ടാൻ എക്സ്പോഷറാണ്. നമുക്കിപ്പോൾ ഐസർ എന്ന് പറയുമ്പം എല്ലാവരും നമുക്കൊരു കോമൺ പെർസെപ്ഷൻ ഉണ്ടല്ലോ. അതായത് ഇപ്പം ബിടെക് ആണ് നമുക്ക് ഒരു ജോബ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഏറ്റവും കൂടുതൽ തരുന്നത്. അപ്പം അങ്ങനെ ഒരു മാസ് ഓഫ് സ്റ്റുഡൻസും അങ്ങനെ ഒരു രീതിയിലാണ് ഇതിൽ കാണുന്നത്. അപ്പം ഐസർ എന്ന് പറയുമ്പോൾ വൈ ഐസർ ഈസ് ഡിഫറെൻറ്റ്, അല്ലെങ്കിൽ ഐസറിനെ കുറിച്ച് ഇപ്പോൾ ഐസർ ഇപ്പോൾ ലക്ഷ്മി നേരത്തെ പറഞ്ഞ പോലെ ഐസർ ചൂസ് ചെയ്തതാണെന്ന് പറഞ്ഞിരുന്നു. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചൂസ് ചെയ്യാൻ എന്തെങ്കിലും ഒരു റീസൺ, സ്പെസിഫിക് റീസൺ ഉണ്ടോ? എനിക്ക് സയൻസിനോട് ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ ജോലിക്ക് പുറകെ ആയിരുന്നില്ല പോയിരുന്നത്. അപ്പോൾ എനിക്ക് ഐസർ എനിക്ക് ആപ്റ്റായിട്ട് തോന്നിയിരുന്നു. അതായത് എനിക്ക് തോന്നി ഇപ്പം നമ്മളൊരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്ത് അതിൽ കൂടുതലായിട്ട് കാര്യങ്ങൾ പഠിക്കാൻ ഉറപ്പായിട്ടും അത് ഹെൽപ്പ് ചെയ്യും. പർട്ടിക്കുലർ സബ്ജക്റ്റിനെ ചൂസ് ചെയ്യണമെന്നില്ല, നമുക്കൊരു നല്ലൊരു കോമ്പിനേഷൻ ഓഫ് സബ്ജക്ട്സും അതിനും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇപ്പം ആദ്യത്തെ 2 years കഴിഞ്ഞിട്ടാണ് നിങ്ങളൊരു സ്പെസിഫിക് ഇതിലേക്ക് പോകുന്നത് അല്ലേ? എന്തൊക്കെ കോഴ്സ് ഇപ്പോൾ അവിടെ പൂനെയിലുള്ളത് ഏതൊക്കെയാണ്? അവിടെ ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി, എർത്ത് ആൻഡ് ക്ലൈമാറ്റിക് സയൻസ്, പിന്നെ മൈനർ ആയിട്ട് നമുക്ക് ഡാറ്റാ സയൻസും എടുക്കാം. നൈസ്. അപ്പം അത്രയും എനിക്ക് തോന്നുന്നു മെയിൻലി കമ്പ്യൂട്ടർ ലാംഗ്വേജിലേക്കുള്ള ഒരു എക്സ്പോഷർ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഐസറിന് സ്റ്റാർട്ടിങ്ങിൽ ബിഗിനിങ്ങിൽ നിന്ന് കിട്ടുന്നുണ്ട് അല്ലേ? പിന്നെ ഈ മാത്ത് ലാബ് അങ്ങനത്തെ കുറെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ടൂളുകളൊക്കെ ഉപയോഗിച്ചായിരിക്കും ഇനി ബാക്കിയുള്ള റിസർച്ചും അനാലിസിസ് ഒക്കെ ഇനി നിങ്ങൾ അങ്ങോട്ട് ചെയ്യുക. അപ്പം എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ്. യെസ്. അപ്പം ഇനി ലക്ഷ്മി, എനിക്കിപ്പോൾ നമ്മൾക്ക് ഉറപ്പായിട്ടും ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതിയ ഒരാളാണ്. അപ്പം നമ്മുടെ ഏകദേശം ജെഇ പ്രിപ്പറേഷൻസ് തന്നെയാണല്ലോ എനിക്ക് വേണ്ടത്. അപ്പം എങ്ങനെയായിരുന്നു ഒരു +1 +2 ഒരു ലൈഫ്? അപ്പം ലക്ഷ്മി ആണെങ്കിൽ നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിച്ചതാണ്. ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലൂടെ +1 +2 പഠിച്ച് ഈ പറഞ്ഞ പോലെ ജെഇ മെയിൻസ് എഴുതി, അല്ലെങ്കിൽ ജെഇ മെയിൻസിൻ്റെ ആ ഒരു പാറ്റേണിൽ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതി ക്രാക്ക് ചെയ്ത ഒരാളാണ്. അപ്പം എങ്ങനെയായിരുന്നു +1 +2 ഈ സ്കൂൾ ബോർഡ്സിനോടൊപ്പം തന്നെയുള്ള ഈ ഒരു പഠനം? എനിക്ക് ഭയങ്കര ഫണ്ണായിരുന്നു. ടീച്ചേഴ്സ് ആണെങ്കിലും ബോർഡ്സും എൻട്രൻസും അതൊരു പാരലായിട്ട് തന്നെ കൊണ്ടുപോയിരുന്നു. അതൊരു ബേർഡൻ ആയിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. അപ്പൊ ഇന്റഗ്രേറ്റഡ് ഒരു നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് ഞാൻ പറയുന്നത്. അപ്പം ഇപ്പൊ ഫിസിക്സും കെമിസ്ട്രി ഇപ്പം ചെയ്യുക നമ്മൾ പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണല്ലോ. പക്ഷെ IIT വരുമ്പോൾ ഒരു ബയോളജി എന്നൊരു സെക്ഷൻ. അപ്പൊ നമ്മൾ എക്സ്ട്രാ ഇപ്പൊ ബയോളജി എന്നുള്ളത് എങ്ങനെയായിരുന്നു കവറപ്പ് ചെയ്തുകൊണ്ട്? എനിക്ക് ഞാൻ ബയോമാക്സ് ആയിരുന്നു. സോ എനിക്കതൊരു പ്രശ്നമായിരുന്നില്ല. പിന്നെ എൻ്റെ ഒരു ടീച്ചർ ആണെങ്കിലും എനിക്ക് നല്ല ടീച്ചേഴ്സിനെ കിട്ടി, ബോട്ടണി, സുവോളജി ആണെങ്കിലും. അപ്പോൾ അവരുടെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒട്ടും ഒരു പ്രശ്നമേ ഉണ്ടായില്ല ബയോളജി. അപ്പോൾ എങ്ങനെ ഇതിന്റെ PYQs ഒക്കെ ചെയ്തു? ഞാൻ അഡ്വാൻസിന് വേണ്ടി കുറെ പ്രിപ്പയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അഡ്വാൻസ് കഴിഞ്ഞ സമയത്ത് നല്ലോണം ബയോളജി ഇരുന്ന് പഠിച്ചു. കാരണം ബാക്കി സബ്ജക്റ്റും ഓക്കെ ആയതായിരുന്നു. ബയോളജി ഇരുന്ന് നോക്കി. ശരിക്കും ഈ വർഷം എപ്പോഴായിരുന്നു എന്റെ എക്സാം കറക്റ്റ്?
ജൂൺ 9 ജൂൺ 9. അപ്പം നമ്മളിപ്പം മെയിൻസ് പഠിച്ച അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് പ്രിപ്പറേഷൻ കഴിഞ്ഞ് അതിന്റെ കൂടെ തന്നെ നമുക്ക് അതിന്റെ നേരെ തന്നെ ജൂണിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് പരീക്ഷ. അപ്പൊ ഈ വർഷവും എനിക്ക് തോന്നുന്നു ജൂണിൽ തന്നെ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യാവുന്നത്. പണ്ട് വരെ ജെ അഡ്വാൻസിന്റെ ബേസിൽ കൂടെ ചൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം IIT ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ബേസിലാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്നത്. കാരണം പറഞ്ഞ പോലെ 4 സബ്ജക്ട്സും ഇമ്പോർട്ടന്റ് ആണ്. 4 സബ്ജക്ട്സും നിങ്ങൾക്ക് അതിൽ അത്യാവശ്യം ഇത് വേണം. ഇൻ കേസ് നിങ്ങളിപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ബയോളജി റെഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള സോഴ്സസ് ഒരുപാട് അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും അല്ലേ? യെസ്. ലക്ഷ്മി, അപ്പൊ കഴിഞ്ഞ 2 വർഷം എന്ന് പറയുന്നത് പക്ക ഒരു ബോർഡ്സിന്റെ കൂടെ കോമ്പറ്റേറ്റീവ് ഒരു എൻവയോൺമെന്റിൽ ഹോസ്റ്റലിലായിരുന്നോ? ഹോസ്റ്റലിൽ ഡേ സ്കൂളായിരുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ പോയി വന്ന് അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ ഒരു സ്കൂൾ ലൈഫിന്റെ ഒരു ഇതിലായിരുന്നു. അപ്പൊ അതിൽ നിന്ന് പെട്ടെന്ന് കോളേജിലേക്ക് വന്നു. കോളേജ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് എൻ്റയർലി ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. അപ്പൊ എങ്ങനെയാണ് ആ ഒരു ചേഞ്ചിലൂടെ എങ്ങനെ അഡാപ്റ്റ് ആയി വരുവാണോ? എങ്ങനെയാണ് ആ ചേഞ്ചിനെ നോക്കി കാണുന്നത്? പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റി. കാരണം നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അവിടെ. എല്ലാവരും നമ്മുടെ പോലെ തന്നെ വരുന്നവരാണ്. അപ്പോൾ നമുക്കൊരു ഫാമിലി ഫീൽ കിട്ടും. പിന്നെ നമ്മൾ തന്നെ എല്ലാം കൺട്രോൾ ചെയ്യാൻ നമ്മൾ തന്നെ ഒരു ഇൻഡിപെൻഡന്റ് വേയില്. ഇത്രയും നാളും വീട്ടിലൊക്കെ നിന്നിട്ട് പെട്ടെന്ന് ഒരു ഡിസ്റ്റൻസ് മാറിക്കുമ്പോ എന്താണെന്നൊരു വ്യത്യാസം അങ്ങനത്തെ ഇതുണ്ടോ? അങ്ങനെ എനിക്ക് പ്രശ്നമില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ലക്ഷ്മി പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാല് എക്സ്പോഷർ ആണ് ഇമ്പോർട്ടന്റ് അല്ലേ? ഉറപ്പായിട്ടും. അതായത് നിങ്ങൾ ഇപ്പം ഒരു എൻവയോൺമെന്റിൽ നിന്ന് മാറി മറ്റൊരു കംഫർട്ട് സോണിൽ നിന്ന് മാറി അവിടെ നിന്ന് അഡാപ്റ്റ് ആയി വരുമ്പോഴാണ് കുറച്ചും കൂടെ നിങ്ങളുടെ സ്കില്ല് കുറച്ചും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്യപ്പെടുക. സോ ഐസർ ഈസ് എ ഗുഡ് ക്യാമ്പസ് ഫോർ ദാറ്റ് അല്ലേ? അപ്പം ഉറപ്പായിട്ടും പ്രിപ്പറേഷൻസ് സമയത്ത് ടെൻഷൻസ് ഉണ്ടായിട്ടുണ്ടാവും, ഇങ്ങനെ ക്രാക്ക് ചെയ്യാൻ ഉണ്ടായിട്ടുണ്ടാവും ഉറപ്പായിട്ടും. അപ്പം ടെൻഷൻ്റെ ഇടയിലും ഈ 3 സബ്ജക്ട്സ് അല്ലെങ്കിൽ ഈ 4 സബ്ജക്ട്സിനെ എങ്ങനെയായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? എക്സാംസോ അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു നമ്മുടെ സ്റ്റഡി മെത്തേഡ്സ് എങ്ങനെയായിരുന്നു? കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ കൊണ്ടുപോയിരുന്നു. പിന്നെ കൂടുതലും എനിക്ക് ഉപകാരപ്പെട്ടത് കുറെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിരുന്നു. അപ്പൊ നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും. ഞാൻ ആദ്യം തന്നെ ജെയുടെ ആയിരുന്നു ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് സമയം കിട്ടുമ്പോഴാണ് IITയുടെ. കാരണം ജെയുടെ തന്നെ ഇനഫാണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്. ഈ അഡ്വാൻസ്ഡിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓക്കെ ആവും. പിന്നെ ആകെയുള്ളത് ബയോളജി ആണെങ്കിൽ NCERT പഠിച്ചാൽ തന്നെ ഓക്കെ ആണ്. അപ്പൊ അങ്ങനെയാണ്. ഇപ്പം പരീക്ഷകൾ എഴുതുമ്പോൾ GIB ഒക്കെ എഴുതിയിരുന്നോ? GIB എഴുതിയിരുന്നു. വളരെ യൂസ്ഫുൾ ആയിരുന്നു. നമുക്ക് നമ്മുടെ ഒരു നില എവിടെയാന്നൊക്കെ കാണാൻ പറ്റി. മനസ്സിലായി. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ ഇത് ചെയ്യും. ഇപ്പം അതേപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ്, അതായത് ഇപ്പം എക്സാം ഓർഡർ അടുത്തോട്ട് വരുമ്പം ഈ കൺസെപ്റ്റ്സ് പിന്നെയും റിവൈസ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ഇപ്പൊ റിവിഷൻ സ്ട്രാറ്റജീസ് എന്തായിരുന്നു മെയിൻലി? റിവിഷൻ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെ എനിക്ക് ഏതാണ് റിവൈസ് ചെയ്യേണ്ടതെന്നുള്ളത് എടുത്ത് ഞാൻ റിവൈസ് ചെയ്യും. ഹൗ സൈലംസ് ഇന്റഗ്രേറ്റഡ് സ്കൂൾ ഹാസ് ഹെൽപ്ഡ് യു എന്ന് ചോദിച്ചാൽ എന്താ പറയാ? വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു റിപ്പീറ്റ് ആണെങ്കിലും അതിന്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. കാരണം ഇന്റഗ്രേറ്റഡ് ആയിരുന്നുകൊണ്ട് ഒട്ടും ഒരു സ്ട്രെസ് എനിക്ക് അധികം സ്ട്രെസ്ഡ് ആയിരുന്നില്ല. ഞാൻ ബോർഡ് എക്സാമിന്റെ ചിന്ത എല്ലാം ബാലൻസ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അത്യാവശ്യം എനിക്ക് തോന്നുന്നു നല്ലൊരു എൻവയോൺമെന്റിലൂടെ തന്നെയാണ് പോയി ഇപ്പോൾ ഇതിലേക്ക് എത്തിയത് അല്ലേ? അപ്പം ഉറപ്പായിട്ടും ഇനി വരുന്ന അല്ലെങ്കിൽ ഇനിയിപ്പം IIT ഐസറിലേക്ക് വരുന്ന സ്റ്റുഡൻസിനെ ഇൻസ്പയർ ചെയ്യുന്ന ലക്ഷ്മിക്ക് എന്തൊക്കെയാണ് അവിടുത്തെ ഒരു ക്യാമ്പസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഓൾ ടുഗദർ എന്താണ് ആ സ്റ്റുഡൻസിനോട് പറയാനുള്ളത്? നല്ലൊരു ക്യാമ്പസ് ലൈഫാണ്. സ്റ്റുഡൻറ് ലൈഫ് ആണെങ്കിലും സീനിയർ ജൂനിയർ ഇൻട്രാക്ഷൻ ആണെങ്കിലും പ്രൊഫസേഴ്സ് ആണെങ്കിലും നല്ല ഹെൽപ്ഫുൾ ആണ്. പിന്നെ നല്ല നല്ല ക്ലബ്ബുകളുണ്ട്. പ്രൊജക്ട്സും ഞങ്ങൾക്ക് അധികമായിട്ടില്ല പ്രൊജക്ട്സ്. ഒരെണ്ണം ചെയ്തിട്ടുള്ളൂ. അതുമാണെങ്കിലും ഡിഫറെന്റ് കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ നമുക്ക് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു അവസരമായിരുന്നു. വളരെ നല്ലൊരു അഭിപ്രായമാണ്. യെസ്. അപ്പം ലക്ഷ്മിനെ പോലെ തന്നെ ഐസറിലേക്ക് താല്പര്യമുള്ളവർ മാക്സിമം മോട്ടിവേറ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് പഠിച്ചു തുടങ്ങാം അല്ലേ? അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സർ.